ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സ്പെഷ്യലായ ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഞാനിതിൽ ഉള്ളി ചേർക്കുന്നില്ല, അതേപോലെ സവോളയും ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചിക്കൻ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് എങ്ങനെയാണ് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടൊമാറ്റോയും മല്ലിയിലയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. 700 ഗ്രാം ചിക്കനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹാഫ് ഓഫ് സമയം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് 4 വലിയ സൈസ് ടൊമാറ്റോയാണ്. അത് സ്ക്വയറായിട്ട് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പച്ചമുളക് നെടുകെ കീറിയത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത്, 5-6 വെളുത്തുള്ളി ചതച്ചെടുത്തത്. കടായി ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്നതനുസരിച്ചിട്ട് നമുക്കതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കടമസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ജാതിപത്രി, അതേപോലെ ജാതിക്ക, ഗ്രാമ്പൂ, ഏലക്ക, കറുത്ത ഏലക്ക, അങ്ങനെ എല്ലാം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കടമസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നല്ല മൂത്ത് മണം വരുമ്പോഴാണ് നമ്മളതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ ഈ എണ്ണയ്ക്കകത്തേക്ക് ഇടുന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഈ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ നമ്മുടെ സമയം അനുസരിച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നപ്പോൾ ഞാനിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം, ജിഞ്ചർ ചതച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഒരു 2 പിഞ്ച് കായം കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. പൊടികളൊന്നും കരിഞ്ഞു പോവാതെ വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ എണ്ണയിൽ കിടന്ന് ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത മണം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ചിക്കനും മസാലപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല സ്മെൽ കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ ആണ്. അപ്പോൾ 4 വലിയ സൈസ് ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ടൊമാറ്റോയുടെ അളവിൽ കുറവൊന്നും വരരുത്. ഈ ടൊമാറ്റോയിൽ കിടന്നിട്ട് വേണം ഈ ചിക്കൻ ഇനി നന്നായിട്ട് വെന്ത് വരാനായിട്ട്. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് സമയം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ ചിക്കൻ്റെയും ടൊമാറ്റോയുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. ടൊമാറ്റോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഓയിലൊക്കെ റിലീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം 1/2 കപ്പ് മല്ലിയില അരിഞ്ഞത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ റെസിപ്പിയുടെ പ്രത്യേകത ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ടൊമാറ്റോയും മല്ലിയിലയും. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മല്ലിയിലയിൽ കിടന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. ആദ്യം നമ്മൾ ടൊമാറ്റോയിൽ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ മല്ലിയില കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് സമയം പിന്നെയും നന്നായിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യണം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കസൂരി മെത്തി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇത് ചേർത്ത് കൊടുത്താൽ ചിക്കൻ്റെ ടേസ്റ്റ് ഡബിൾ ആവും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ കൂടെ ഞാൻ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. അപ്പം എരിവും പുളിയും എന്താ പറയുക, ഇപ്പോൾ ഹാഫ് ടീസ്പൂൺ ഷുഗർ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഖട്ട മീട്ട ടേസ്റ്റാണ് വരിക. ഉപ്പ്, എരിവ്, പുളി അങ്ങനെ എല്ലാ സ്പൈസിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഷുഗർ ചേർക്കുന്നതിന് മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് മല്ലിയില വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബൈ ബൈ.